So hello guys, welcome back. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ കാണും സോളോ വിജിനർ ആയിപ്പോയി എന്നാലും കുഴപ്പമില്ല. കുറച്ചധികം നാളുകൾക്ക് മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ചിരിച്ചാൽ ഒരു മുളക്. ആ സാഹസികത്തിന് ഞാൻ പിന്നെയും മുതിരുന്നു. അതേ സെയിം ഐറ്റവുമായി ഞാൻ പിന്നെയും തിരിച്ചെത്തിയിരിക്കുന്നു. ഇതിന്റെ 2-3 കമന്റ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. 953K സബ്സ്ക്രൈബേഴ്സോ 1 മില്യൺ അടിക്കാറായി. എന്തോ ചെയ്യാനാന്ന് പറയും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചെയ്തേക്കണം. ഉള്ള ആവതെടുത്ത് അതിനകത്ത് അങ്ങ് ഞെക്കിയേക്കണം. എഡിറ്റിംഗ് പ്ലസ് കോമഡി ഈസ് ഈക്വൽ ടു സോളോവൈനർ. പിന്നെ അടുത്ത കമന്റ്, ബ്രോ ഓസ്കാർ തരാം, മാലിമുളക് തിന്നിട്ട് അഭിനയിക്കുന്ന ബ്രോ ഒരു കില്ലാടി തന്നോ. അതെന്തോ നീ മാലിമുളക് അല്ല അതിന് എരിയില്ലെന്നാണോ നീ പറഞ്ഞു തരുന്നത്? എന്റെ മൂല വരെ കത്തി അത് തിന്നിട്ട്. അതിന് ഒത്തിരി നേരം ഒന്നും സംസാരിച്ചോണ്ടിരിക്കുന്നില്ല. ഈ പരിപാടി തുടങ്ങാം. വിഷമമുണ്ട് എന്നാലും തുടങ്ങാം. അതിന്റെ തംബ്നെയിൽ കണ്ടപ്പോഴേ എനിക്ക് ചിരി വന്ന്. ഓക്കെ, ചിരിക്കരുത്. ഫസ്റ്റ് വീഡിയോ. ആ വീഡിയോ ഒന്നും കണ്ടിട്ട് ആർക്കും അങ്ങനെ ചിരി വരത്തില്ല. പക്ഷെ അത് കഴിഞ്ഞുള്ള ചിരി കേൾക്കുമ്പോഴേ ചിരി വരുന്നത്. എൻ്റെ ഈശ്വര ഭഗവാനെ ചിരിക്കരുതേ. അയ്യോ കട്ട. അത് കുറച്ച് സാമർത്ഥ്യം കൂടിപ്പോയതാ. ചിരിക്കരുതെന്നായിരുന്നു ഇല്ലയോ. എത്ര ചിരിക്കരുതെന്ന് വെച്ചാലും അറിയാതെ ചിരിച്ചു പോകും. അത് ആദ്യമായിട്ടായതുകൊണ്ട് ഉപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉപ്പ് നിന്നപ്പോഴും ചില ആരോപണങ്ങളൊക്കെ ഞാൻ കേട്ടായിരുന്നു. അത് ഉപ്പല്ല, പഞ്ചസാര പൊടിയാ, കോപ്പാ, ഇത് ഉപ്പാ, ശരിക്കും ഉപ്പാ. ഞാൻ എങ്ങനെ തെളിയിക്കാനത്? ഓക്കെ, എനിക്ക് തോന്നുന്നു മുളകിനെക്കാട്ടി പാടി ഉപ്പാ. അയ്യോ, ഇറക്കാൻ പറ്റിട്ടില്ല. ഇറക്കാൻ ഭയങ്കര പാടാ. ഇനി നാക്ക് മൊത്തം ഇരുന്ന് പെരുക്കും. എന്തൊക്കെ ചെയ്യണം ഞാൻ? ഇനി കുറച്ച് അവന്മാര് വരും ഓവർ ആക്ടിങ് ആണെന്നും പറഞ്ഞോണ്ട്. കുറച്ചെടുത്ത് അണ്ണാക്കിലിട്ട് നോക്കാം, അപ്പം അറിയാം. ഓ, അതൊക്കെ കണ്ടിട്ട് എങ്ങനെ ചിരി വരാനാ? അല്ല, ചിരി വരാതിരിക്കുന്നേ നല്ലത്. എന്നാലും ഒന്നും പറ്റിയില്ല. ഇത് അഹങ്കാരം. ഇത് ഒന്നാം തരം അഹങ്കാരം. അടുത്ത അഹങ്കാരം. പല്ല് കാണിക്കുന്നതിന് മാത്രമേ ഉള്ളൂ. പല്ല് കാണിച്ചാലേ ഇത് അംഗീകരിക്കത്തുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ ചിരിയൊന്നും അംഗീകരിക്കത്തില്ല. കഷ്ട കൊച്ചൻ. ചുമ്മാ അവിടെ കളിച്ചോണ്ടിരിക്കുന്ന പിള്ളേർക്ക് വരെ ഈ മുതുക്കന്മാര് ശല്യവാ. അതിനെ മനസ്സിലായി. അതിനെന്തുവാ കറക്റ്റ് ചെയ്യണ്ടെന്ന് മനസ്സിലായി. അത് തന്നെ, മാൻ ഓഫ് കൾച്ചർ. കറക്റ്റ് സ്ഥലത്ത് തന്നെ. ഇത് തെറ്റല്ല, കറക്റ്റ് സ്ഥലത്താ. പോട്ടെ. ഞാൻ ചിരിച്ചില്ല. ജസ്റ്റിന് വന്ന് നിൽക്കുമായിരുന്നു. എന്തായാലും ഞാൻ ചിരിച്ചില്ല. Little Dora the Explorer. ചിരിച്ച് ഞാൻ ചിരിച്ച്. മിക്കവാറും നാളെ രാവിലെ കക്കൂസിൽ തന്നെ ഒരു പാവിരിച്ചാൻ കിടക്കേണ്ടി വരും. യവന്മാർക്കൊക്കെ എങ്ങനെ തോന്നണ ഇങ്ങനെ? ഈ ചിരി കൂട്ടണ്ട. കഷ്ടമുണ്ട്. ഈ ചിരി കൂട്ടണ്ട. എനിക്ക് വയ്യ, പോ. അതങ്ങനെ കുറെ ജീവികൾ. ചിലർക്കാണെങ്കിൽ പ്രേമ നൈരാശ്യം, ചിലർക്കാണെങ്കിൽ ലൈൻ ഇല്ലാത്തതിന്റെ വിഷമം, ചിലർക്ക് വീട്ടുകാരൻ താങ്ങാൻ പറ്റാത്തതിന്റെ വിഷമം, ചിലർക്ക് പഠിക്കാൻ പറ്റാത്തതിന്റെ വിഷമം. ഇങ്ങനെ കുറെ ടീംസ് ഉണ്ട്. അവർക്ക് വിഷമം തിന്നാൻ പറ്റാത്തതിന് മാത്രമേ ഉള്ളൂ, ഞാൻ ഉൾപ്പെടെ. അളിയന്റെ ഷോ എവിടെ നിന്നു. പുള്ളി വലിയ ഷോ ഒക്കെ കാണിച്ച് ഇങ്ങനെ സൈഡിൽ വന്ന് ഇങ്ങനെ നിന്ന്. കൊള്ളാം, എന്റെ അത്ര നീളമില്ല. അയ്യേ കൊള്ളാം. പിന്നെ അണ്ണൻ എന്തിനാ ഇവിടെ ജീവിച്ചിരിക്കുന്നേ? ഇതെന്തുവാ നോക്കട്ടെ. ചേലായിട്ടുണ്ട് കാണാൻ. Oh mio Dio. അയ്യോ
എന്റെ ജീവിതം പോയോ? നാളെ രാവിലെ എങ്ങനെ വെളിയിൽ ഇറങ്ങുമെന്നുള്ളതിന്റെ ടെൻഷൻ എല്ലാം കണ്ണിലുണ്ട്. ചെയ്തപ്പോ അറിഞ്ഞില്ലായിരുന്നു, കഷ്ടം. ആർക്കും ഒരു ഗുണമില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞ ഇപ്പൊ സത്യമായില്ലേ? രാവിലെ വെറും വയറ്റി കഞ്ചാവ് അടിച്ചോണ്ടാന്ന് തോന്നുന്നു വന്നത്. സീൻ. ആ അവസ്ഥ ഭയങ്കര ദയനീയമാ. ആ അവസ്ഥ ചിന്തിക്കാവുന്നതിന്റെ അപ്പുറമാ. കാര്യമൊക്കെ ശരി തന്നെ, എല്ലാരും വിടുന്നതൊക്കെയാ എന്നും പറഞ്ഞോണ്ട്, എല്ലാരും അപ്പ ഇടുമെന്നും പറഞ്ഞോണ്ട് എന്നാ റോഡിൽ ഇരുന്നിട്ടേക്കാന്നും പറഞ്ഞോണ്ട് പോകാൻ പറ്റുമോ? അതെന്തോ ആ കണ്ണുകൾ കണ്ടോ? ഇതാ ഇങ്ങനെ ഓരോ കൊലപാതകങ്ങളുടെയും തുടക്കം. ഞാൻ ചിരിച്ച കാര്യം ഞാൻ മറന്നുപോയതൊന്നുമല്ല, ഇനി ഇതിനുള്ള തുടക്കമാ. അല്ലെങ്കിൽ വേണ്ട, അടുത്ത പ്രാവശ്യം മതി. ഇത് എപ്പോഴും പറ്റുമോ? പിന്നെ അടുത്ത പ്രാവശ്യം ചിരിക്കാൻ നേരം ഉറപ്പാ മുളക. എത്ര ചിരിക്കരുതെന്ന് പറഞ്ഞാലും നാശം പിടിക്കാനായിട്ട്. കാലം മുളകിന് ഭയങ്കര എരിയ. ഏതാനാടാ പറഞ്ഞ ഇതിന് എരിയില്ലെന്ന്? ഞാൻ മുഖത്ത് കാണിക്കുന്നില്ലല്ലേ ഉള്ളു, എന്റെ അറ്റം വരെ എരിയുന്നു. കഴിഞ്ഞു തോക്കേട് തീർന്നേ. പെട്ടെന്ന് ദേഷ്യം വരുന്നു എനിക്ക്. എന്തുവാ പറയുന്നത്? അതൊക്കെ സ്റ്റെപ്പാ. എനിക്ക് ഇനിയും തിന്നാൻ വയ്യ. ഞാൻ അറിയാതെ ചിരിച്ചും പോയി. ഹാട്രിക്ക്. എനിക്ക് അത്രയും കടിച്ചാൽ മതി. എനിക്ക് മൊത്തം കടിക്കാൻ എനിക്ക് വയ്യ. വണ്ടർഫുൾ സ്കിൽസ്, പറയാതിരിക്കാൻ വയ്യ. നേരത്തെ ബാത്റൂമിൽ പാവരിച്ച് കിടക്കണമെന്ന് പറഞ്ഞത് സത്യമാവും മിക്കവാറും. പോയി നാശത്തിന്റെ എരി അങ്ങോട്ട് മാറുന്നില്ലല്ലോ. ഇനി എനിക്ക് തോന്നുന്നില്ല എനിക്ക് ചിരി വരുമെന്ന്. ലാസ്റ്റ് ആയിട്ട് ഒരു വീഡിയോയും കൂടെ കണ്ടേക്കാം. കൊള്ളാം. ലാസ്റ്റായിട്ട് ഈ ചിരിച്ചതിന് ലാസ്റ്റായിട്ട് ഒരു മുളകും കൂടെ ഞാൻ തിന്നേക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ 1 മില്യൺ വരെ എത്തിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റ. അല്ല, അടുത്ത വീഡിയോയുടെ പേരെന്തായിരുന്നു? റീൽസ്. നല്ലൊരു റീൽസ് റോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റ. അയ്യോ.